ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമ്മുടെ നാട്ടുമ്പുറത്ത് കാണപ്പെടുന്ന പാടത്താളിയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഔഷധ മൂല്യങ്ങൾ ഏറെയുള്ള ഈ ചെടി താളിയായിട്ടാണ് നമ്മുടെ നാട്ടിൽ പൊതുവെ ഉപയോഗിച്ച് വരുന്നത്. പാടത്താളി, പാടവള്ളി, പാടക്കിഴങ്ങ്, മലതാങ്ങി, പാട, പുഴുക്കൊല്ലി, താളിവള്ളി എന്നിങ്ങനെയൊക്കെ ഒരുപാട് പേരുകളുണ്ട് ഈ സസ്യത്തിന് കേട്ടോ. മരങ്ങളിൽ പടർന്നു കയറിയും പൊന്തക്കാടുകളിൽ ആകെ പരന്നുമൊക്കെയാണ് ഈ സസ്യം വളർന്നു വരുന്നത്. ഇതിൻ്റെ തണ്ടും ഇലയും ചെറു രോമങ്ങളാൽ കാണപ്പെടുന്നു. ഇവയുടെ കാണ്ഡഭാഗം വളരെ ഉറപ്പില്ലാത്ത രീതിയിലുള്ളതാണ്. ഹാർട്ട് ഷേപ്പിൽ ആണ് ഈ ചെടിയുടെ ഇല ഉള്ളത്. പാടക്കിഴങ്ങ് പറയുന്ന ഈ സസ്യത്തിൻ്റെ അടിഭാഗം കയ്പുള്ള ഒരു ഔഷധമാണ്. ആയുർവേദത്തിൽ ദശമൂലത്തിലെ ഒരംഗമാണ് പാടത്താളി. ഈ ചെടിയുടെ വേരാണ് ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിക്കാറുള്ളത്. ഒരുപാട് ഔഷധമൂല്യങ്ങളുള്ള ഈ ചെടി മൂത്രസംബന്ധമായ രോഗങ്ങൾക്കും കുട്ടികളിലെ പനിക്കും വിഷസംബന്ധമായ കാര്യങ്ങൾക്കും നമ്മുടെ മുടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുമെല്ലാം ഉപയോഗപ്രദമാണ്. ഇല, തണ്ട്, പൂവ്, കായ്, വേര് ഇവയെല്ലാം വ്യത്യസ്ത രീതിയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. മാത്രമല്ല ഔഷധ മൂല്യങ്ങൾ ഏറെയുള്ള ഈ ചെടി താളിയായി നമ്മുടെ തലയിൽ ഉപയോഗിക്കുന്നത് മുടി കൊഴിച്ചിൽ തടയാനും മുടിയിലെ താരൻ അകറ്റാനും മുടി സമൃദ്ധമായി വളരാനും സഹായിക്കും. തലയിലെ അഴുക്കെല്ലാം നീക്കി നല്ല തണുപ്പ് നൽകാനും ഈ താളി അത്യുത്തമമാണ്. ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ നിത്യേന കാണുന്ന നമ്മുടെ തൊടിയിലെ പല ചെടികളിലും നാം അറിയാതെ പോയ ഉപയോഗങ്ങളും അറിവുകളും ധാരാളമുണ്ടെന്ന് സാരം. ഈ പാടത്താളി തന്നെ നമ്മൾ പലരും കണ്ടിട്ടും അറിയാതെ പോകുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായി ഞാൻ വരുന്നത് വരെയും ബൈ.